നവംബർ 4ന്റെ അപ്ഡേറ്റോടുകൂടി റീട്ടൺ ലെക്ചറിലും ഡിസ്ക്രൈബ് ഇമേജിലെയും കളി മാറി VTയിൽ. ഇപ്പൊ ഒരു ന്യൂസ് പ്രചരിക്കുന്നുണ്ട്, റൈറ്റ് ഫ്രം ഡിക്റ്റേഷനിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്റെ പൊന്നോ, ഇതും കൂടെ സഹിക്കാൻ പറ്റത്തില്ലേ. സത്യം എന്ത് മിഥ്യ ഏത് എന്നറിയാൻ വേണ്ടി വാച്ച് ദിസ് വീഡിയോ ടിൽ ദി എൻഡ്. വെൽക്കം ടു PT സിംപ്ലിഫൈഡ് മലയാളം. ഇനി ഇംഗ്ലീഷ് പഠിക്കാൻ മലയാളത്തിനും PT റിലേറ്റഡ് കണ്ടന്റ് എല്ലാ 2 ദിവസവും ചെയ്യും. അതൊക്കെ ചെന്ന് ചെക്കൗട്ട് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ കൺസിഡർ സബ്സ്ക്രൈബിങ്. വളരെയധികം എഫേർട്ട് ഇട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. PT റിലേറ്റഡ് എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോസ് വേണമെങ്കിൽ, എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഐ വിൽ റിപ്ലൈ ടു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ആൻഡ് ഞാനൊരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴിയുള്ള പഠനം പോരാ എന്ന് തോന്നുന്നവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സിൽ എൻറോൾ ചെയ്യാം. താഴെ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു എൻക്വയറി നടത്തിയാൽ മതി. ഈയിടയ്ക്ക് ഒരു ന്യൂസ് കിടന്ന് പ്രചരിക്കുന്നുണ്ട്, റൈറ്റ് ഫ്രം ഡിക്റ്റേഷനിൽ എക്സ്ട്രാ വേർഡ്സ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഓർഡർ തെറ്റിച്ചാൽ പണി കിട്ടുന്നു. ഇതിന്റെയൊക്കെ തുടക്കം എന്ന് പറഞ്ഞാൽ പിയേഴ്സൺ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ഏതൊരു ലൈവ് എന്തോ വന്നപ്പോഴത്തേക്കും അതില് പിള്ളേർ ഡൗട്ട് ചോദിക്കില്ല, ലൈവ് സെക്ഷനിൽ ഡൗട്ട് ചോദിക്കുമ്പോഴത്തേക്കും അതിനകത്ത് അവർ പറഞ്ഞ റൈറ്റ് ഫ്രം ഡിക്റ്റേഷനിൽ എല്ലാ ഓർഡർ തെറ്റിച്ചാൽ, എഴുതുന്ന വേർഡുകളുടെ ഓർഡർ തെറ്റിച്ചാൽ ഗ്രാമർ മാർക്ക് പോകുന്നു. അതോടുകൂടി പാനിക്കായി ആൾക്കാർ. അതായത് പുതിയ അപ്ഡേറ്റ് വന്നു, കാര്യങ്ങളൊക്കെ മാറി, പഴയ പോലെ എക്സ്ട്രാ വേർഡ്സ് ആഡ് ചെയ്യാൻ പറ്റൂല, ഓർഡർ തെറ്റിച്ചാൽ മാർക്ക് കട്ടാവും, ഗ്രാമർ മാർക്ക് പോവും. PT ആസ്പിറൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻസെക്യൂർ ആണ്, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. അതായത് അവര് മീൻസ് കുറെ അധികം ഡൗട്ടുകളുടെ ഇടയിലും ഒക്കെ നിൽക്കുകയാണ്, അൺസർട്ടനിറ്റിയുടെ ഇടയിൽ നിൽക്കുന്ന സെറ്റ് ഓഫ് പീപ്പിൾ ആണ് ഈ PT ആസ്പിറൻസ് ഒക്കെ. അവരുടെ ഇടയിൽ ഒരു ന്യൂസ് ഇങ്ങനെ ഫയർ പോലെ കൊളുത്തി വിടാൻ ഭയങ്കര എളുപ്പമാണ്. ഒന്ന് ചുമ്മാ സ്പാർക്ക് ഇട്ട് കൊടുത്താൽ വൈൽഡ് ഫയർ പോലെ അത് കത്തി പടരും. മനസ്സിലായ? സോ അതിനെ മുതലെടുക്കാൻ നോക്കുകയാണ്. ഒരിക്കലും പിയേഴ്സണ് അവരുടെ സിസ്റ്റത്തിലുള്ള അവരുടെ ഇതിലുള്ള ലൂപ്പ് ഹോൾസിനെ അവർ അക്സെപ്റ്റ് ചെയ്തില്ല. എങ്ങനെയെങ്കിലും അതിനെ മറയ്ക്കാനല്ലേ നോക്കത്തുള്ളൂ. സോ ഗ്രാമർ ഈ എക്സ്ട്രാ വേർഡ്സ് ആഡ് ചെയ്ത് അല്ലെങ്കിൽ ഓർഡർ തെറ്റിച്ചാൽ ഗ്രാമർ മാർക്ക് പോകുമെന്ന് പറയണം. മാർക്കിംഗ് ക്രൈറ്റീരിയ എടുത്ത് നോക്കും. ഞാൻ മാർക്കിംഗ് ക്രൈറ്റീരിയനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതില് റൈറ്റ് ഫ്രം ഡിക്റ്റേഷനിൽ ഗ്രാമർ എന്ന് പറയുന്ന ആസ്പെക്റ്റ് ചെക്ക് ചെയ്യുന്നില്ല. അവിടെ നിന്ന് അവർ പറയണ വാക്കുണ്ടെങ്കിൽ 1 മാർക്ക്, ഇല്ലെങ്കിൽ 0 മാർക്ക്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഗ്രാമർ മാർക്ക് പോകുമെന്ന് പറയണു. പോണെങ്കിൽ പോട്ടെ, ഗ്രാമറിന് മാർക്കേ ഇല്ല റൈറ്റ് ഫ്രം ഡിക്റ്റേഷനിൽ. പിന്നെ എന്തിനാണ് ചുമ്മാ ഒരു രസം. ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു സുഖം, ഒരു മനസുഖം. പിയേഴ്സൺ അത്രേ ഉള്ളൂ. മനസ്സിലായ? ഇതൊക്കെ കണ്ട് നിങ്ങൾ കാള പറ്റൂ എന്ന് പറഞ്ഞിട്ട് കയറെടുക്കാൻ നിൽക്കരുത്. സത്യം എന്ത് തെറ്റേത്, സത്യം ഏത് മിഥ്യ ഏതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇപ്പോഴും പണ്ട് വർക്ക് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും റൈറ്റ് ഫ്രം ഡിക്റ്റേഷനിൽ വർക്കാവും. നിങ്ങൾ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ എഴുതിക്കോ. ഓർഡറും മനഃപൂർവ്വം തെറ്റിക്കാതിരുന്നാൽ മതി. എന്നിടയിൽ എക്സ്ട്രാ വേർഡ്സ് അവസാനം ആഡ് ചെയ്തെന്നോ സീക്വൻസ് മാറിപ്പോയെന്നോ ഐ ലവ് യു ഐ യു ലവ് എന്ന് എഴുതി പറഞ്ഞ് അവർക്ക് മാർക്ക് കിട്ടാൻ പറ്റത്തില്ല. എന്ത് ലോജിക്കാണ് അതിന്? ഐ ലവ് യുനും ഐ യു ലവും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ശരി, പറയുമ്പോൾ വ്യത്യാസം വരുമെങ്കിലും ഈ ലവ് എന്നും യു എന്നും ഐ എന്നും ഉള്ള എഴുതിയതിനൊക്കെ ഓരോ മാർക്ക് വെച്ച് തരുമെങ്കിൽ അത് എവിടെ കിടന്നാൽ എന്തേ, നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് മാർക്ക് തരേണ്ടതല്ലേ. അല്ലാണ്ട് ദിസ് ഇസ് നോട്ട് ഹൗ തിങ്സ് വർക്ക്. ഓക്കെ, ഇത് നിങ്ങളെ ചുമ്മാ വിദ്യാധാരണ വരുത്തിക്കാൻ വേണ്ടിയാണ്. ഓർഡർ മനഃപൂർവ്വം തെറ്റിക്കണ്ട. ഇൻ കേസ് ഓർഡർ തെറ്റിയാലും എക്സ്ട്രാ വേർഡ്സ് ആഡ് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഇൻ കേസ് എക്സ്ട്രാ വേർഡ്സ് ആഡ് ചെയ്തുകൂടാന്ന് എന്തെങ്കിലും അപ്ഡേറ്റ് പറഞ്ഞെങ്കിൽ അവർ ഒഫീഷ്യലി അത് പറയും. അതായത് ഇന്ന ദിവസം തൊട്ട് അവരൊരു ടൈം ഫ്രെയിം ഇട്ട് തന്നിട്ട് ഇങ്ങനെ ചെയ്യണല്ലോ. അല്ലാണ്ട് ഓവർ നൈറ്റ് അവരിങ്ങനെ എടുത്ത് മാറ്റൊന്നുമില്ല. നോട്ടിഫൈ ചെയ്യാതെ മാറ്റത്തില്ല. ഇൻ കേസ് അങ്ങനത്തെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ പറഞ്ഞെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരും. എന്നാൽ നിങ്ങൾ ആദ്യം ആ സാധനത്തിനെ പറ്റി അറിയിക്കുന്നതിലുള്ള ആൾ ഞാനായിരിക്കും. സോ വറീഡ് ആവണ്ട. ആസ് ഓഫ് നൗ റൈറ്റ് ഫ്രം ഡിക്റ്റേഷനിൽ ഒരു വ്യത്യാസവുമില്ല. സോ അതാണ് വീഡിയോ. വളരെയധികം എഫേർട്ട് ഇട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. വളരെ ഇൻഫോർമേറ്റീവ് ആണെന്ന് അറിയാം. ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. PT റിലേറ്റഡ് എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണെങ്കിൽ, എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഐ വിൽ റിപ്ലൈ ടു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. PT റിലേറ്റഡ് കണ്ടന്റ് എല്ലാ 2 ദിവസവും ചെയ്യുന്നതൊക്കെ ചെന്ന് ചെക്കൗട്ട് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ കൺസിഡർ സബ്സ്ക്രൈബിങ്. ഞാനൊരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴിയുള്ള പഠനം പോരാ എന്ന് തോന്നുന്നവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സിൽ എൻറോൾ ചെയ്യാൻ താഴെ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു എൻക്വയറി നടത്തിയാൽ മതി. PT റിലേറ്റഡ് വീഡിയോ 2 ദിവസത്തിനുള്ളിൽ കാണുന്നതുവരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ് ആൻഡ് കീപ് ദിസ് ഇൻ മൈൻഡ്. വി ആർ ഇൻ ദിസ് ടുഗദർ.